കേരള PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിലിമിനറിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ് നാച്ചുറൽ സയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഈ ഒരു ഭാഗം 8ാം ക്ലാസ്സിൻ്റെ അധ്യായം 13 വൈവിധ്യം നിലനിൽപ്പിന് ഈ ഒരു ചാപ്റ്ററിൽ പരിസ്ഥിതിയെ പറ്റി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ MCQ ആയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള പോയിന്റ്സും കൂടിയുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സക്സസ് പാത്ത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല കമൻസ് ആഡ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന സ്ഥലം ബയോസ്ഫിയർ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോയിന്റാണ്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്ത ചോദ്യം, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം എക്കോളജി. അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം പറഞ്ഞതുകൊണ്ട് റിലേറ്റ് ചെയ്ത് 2-3 പോയിന്റ്സ് എന്ന് പറയുവാണ്. പൂക്കളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ആന്തോളജി, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി, ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയന്റോളജി, ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി, പുല്ലുവർഗ സസ്യങ്ങളെക്കുറിച്ചുള്ളതാണെങ്കിൽ അഗ്രസ്റ്റോളജി. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. പൂക്കളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ആന്തോളജി. നമ്മൾ എക്കോളജി എന്ന ടോപ്പിക്കാണ് പറഞ്ഞത്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ചോദ്യം, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ R. മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ R. മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാണ് പ്രൊഫസർ R. മിശ്ര. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി ആദ്യമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം. ആൻസർ 1974. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 1974. 1974. 2020 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം എന്നാണ്. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജൂൺ 5-ാം തീയതിയാണ്. ജൂൺ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2020 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം കൊളംബിയ ആണ്. കൊളംബിയ. പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം കൊളംബിയ. 2020 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ്? 2020 പരിസ്ഥിതി ദിനം സന്ദേശം സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നതാണ് 2020 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനെയാണ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്നത് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? ഓസോൺ പുറത്തുവിടുന്നത് തുളസിയാണ്. തുളസി. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴുള്ള ഊർജമാറ്റം ഏതാണ്? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴുള്ള ഊർജമാറ്റം. പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴുള്ള ഊർജമാറ്റം പ്രകാശോർജത്തെയാണ്
ലൈറ്റ് എനർജിയെയാണ് രാസോർജമാക്കി മാറ്റുന്നത്. പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യനാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെയാണ് രാസോർജമാക്കി മാറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് വാങ്കാരി മാതായാണ്. വാങ്കാരി മാത. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് വാങ്കാരി മാത. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയുടെ പേര് എന്താണ്? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി. പ്രീവിയസ് ചോദ്യം, എൻ്റെ മരം. എൻ്റെ മരം. പ്രൊജക്ട് ടൈഗർ എന്ന കടുവാ സംരക്ഷണ പദ്ധതി നിലവിൽ വന്നത്? പ്രൊജക്ട് ടൈഗർ 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ എന്ന കടുവാ സംരക്ഷണ പദ്ധതി. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ട് ടൈഗർ 1973 ഏപ്രിൽ 1 കടുവാ സംരക്ഷണ പദ്ധതി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം? ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി. നേരത്തെ പറഞ്ഞു പ്രൊജക്ട് ടൈഗർ 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ. ഈ ചോദ്യം പ്രൊജക്ട് എലിഫന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം, പ്രൊജക്ട് ടൈഗർ എന്ന കടുവാ സംരക്ഷണ പദ്ധതി നിലവിൽ വന്നത് 1973 ഏപ്രിൽ 1. പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വന്നത്, പദ്ധതി നടപ്പിലാക്കിയ വർഷം 1992. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? വനമഹോത്സവത്തിന്റെ പിതാവ്, ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ് KM മുൻഷി. KM മുൻഷി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് ആണ് കാംലാങ് ടൈഗർ റിസർവ്. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് ആണ് കാംലാങ് ടൈഗർ റിസർവ്. കാംലാങ് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ചിപ്കോ പ്രസ്ഥാനം 1973 ചിപ്കോ പ്രസ്ഥാനം. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര്? മണ്ണിനെ കുറിച്ച് പഠിക്കുന്നത് പെഡോളജി. സ്റ്റഡി ഓഫ് സോയിൽസ് ഈസ് നോൺ ആസ് പെഡോളജി. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് SPCA. SPCA, സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ്. സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ്. സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ്. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് SPCA, സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്, സ്പീഷീസ് എന്ന വാക്ക് ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം 1983 കർണാടക. അപ്പിക്കോ പ്രസ്ഥാനം 1983 കർണാടക. 1983 സെപ്റ്റംബറിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? 83 കർണാടകത്തിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ്. പ്രീവിയസ് ചോദ്യം. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന കുറേ ചോദ്യങ്ങളാണ്. 83 അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് പാണ്ഡുരംഗ് ഹെഗ്ഡെ.
അപ്പിക്കോ എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ്. അപ്പിക്കോ എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക. കർണാടകത്തിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഗുബിഗാഡ ഗ്രാമത്തിൽ ആരംഭിച്ച വന സംരക്ഷണ പ്രസ്ഥാനം ഏതാണ്? കർണാടകത്തിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് ഈ അപ്പിക്കോ പ്രസ്ഥാനം പ്രൊഫസർ പാണ്ഡുരംഗ് ഹെഗ്ഡെ ആരംഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പാണ്ഡുരംഗ് ഹെഗ്ഡെ ആണ് 1983 കർണാടകത്തിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേരാണ് പിസിക്കൾച്ചർ. വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് വനസംരക്ഷണ രംഗത്ത് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ആദ്യത്തെ ഉദ്യാനം ഏതാണ്? ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല ഉദ്യാനം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീൻ പീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ നഗരമാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം. ഇർവിംഗ് സ്റ്റോ, ഡൊറോത്തി സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസിന്റെ യൂറോപ്യൻ ആസ്ഥാനം ആംസ്റ്റർഡാം. റെഡ് ലിസ്റ്റ് എന്ന പേരിൽ അന്യം നിന്നു പോകുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ. റെഡ് ലിസ്റ്റ് എന്ന പേരിൽ അന്യം നിന്നു പോകുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്നത് IUCN-ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന IUCN-ന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ്. IUCN-ന്റെ ആസ്ഥാനം. ഏത് അന്തർദേശീയ പരിസ്ഥിതി സംഘടനയുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ട? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF-ന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ്. WWF-ന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം രൂപം കൊണ്ട വർഷം 1985. കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം രൂപം കൊണ്ട വർഷം 1985. വൃക്ഷങ്ങൾ, തരുലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോവയാൻ പ്രസ്ഥാനം. വൃക്ഷങ്ങൾ, തരുലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ലോവയാൻ. പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് തുടക്കമിട്ട വന്യജീവി സങ്കേതം 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് എലിഫന്റ് 1992. 1973 പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് തുടക്കമിട്ടത് ജിം കോർബറ്റ് വന്യജീവി സങ്കേതം, ഉത്തരാഖണ്ഡ്. ഗാന്ധിയൻ സമരമാർഗങ്ങളായ സത്യാഗ്രഹം, അഹിംസ എന്നിവയിൽ അധിഷ്ഠിതമായി അരങ്ങേറിയ പരിസ്ഥിതി സമരമാണ് ചിപ്കോ സമരം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം ചേർന്ന് നിൽക്കുക എന്നതാണ്. ചിപ്കോ പ്രസ്ഥാനം പിറവിയെടുത്ത ചമോലി ജില്ല ഉത്തർപ്രദേശിൽ, നിലവിൽ ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പിറവികൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ചിപ്കോ പ്രസ്ഥാനം, നേതാവ് സുന്ദർലാൽ ബഹുഗുണ. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ എന്നറിയപ്പെടുന്നത് ഹരിതസസ്യങ്ങളാണ്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത്
ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് തന്നിരിക്കുന്നതിൽ ഏതെല്ലാം? ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് ഹരിത സസ്യങ്ങൾ, മൃഗങ്ങൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ. ഇതെല്ലാം ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഹരിത സസ്യങ്ങൾ, മൃഗങ്ങൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ ഉൽപാദകർ എന്നും, നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നും അവയെ ആഹാരമാക്കുന്നവയെ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും പറയാം. ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് ഹരിത സസ്യങ്ങൾ, മൃഗങ്ങൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് ഉൽപാദകർ എന്നും, ഉൽപാദകരെ നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി ആശ്രയിക്കുന്നവരെയാണ് ഉപഭോക്താക്കൾ എന്നും വിളിക്കുന്നത്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. അവയെ ആഹാരമാക്കുന്നവയെയാണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും, ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരെ തൃതീയ ഉപഭോക്താക്കൾ എന്നും പറയുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ഒരു മേഖലയാണ് പോഷണതലങ്ങൾ അഥവാ ട്രോഫിക് ലെവൽ. പോഷണതലങ്ങൾ ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. ഭക്ഷണ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്നതാണ് പോഷണതലം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദത്തെയാണ് പോഷണതലം എന്ന് പറയുന്നത്. ഭക്ഷ്യ ശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്ന് ആയതുകൊണ്ട് അവയെ ഒന്നാം പോഷണതലത്തിൽ ഉൾപ്പെടുത്താം. ഒന്നാം പോഷണതലത്തിൽ വരുന്നതാണ് സസ്യങ്ങൾ. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യ ആഹാരികളെയാണ് രണ്ടാം പോഷണതലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോഷണത്തിനായി ഇവയെ ആശ്രയിക്കുന്നവരെയാണ് മാംസാഹാരികളെ മൂന്നാം പോഷണതലത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇനിയും മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരെ നാലാം പോഷണതലത്തിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെയാണ് പോഷണതലങ്ങളുടെ നിലവിൽ പറയുന്നത്. ഭക്ഷ്യശൃംഖലയെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദത്തെയാണ് പോഷണതലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോഷണതലത്തിൽ വരുന്നതാണ് സസ്യങ്ങൾ അഥവാ ഉൽപാദകർ. രണ്ടാമത്തെ പോഷണതലം സസ്യത്തെ ആഹാരമാക്കുന്ന സസ്യാഹാരികൾ. അവയെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. മൂന്നാമത്തെ പോഷണതലം മാംസാഹാരികളാണ് ദ്വിതീയ ഉപഭോക്താക്കൾ. ഇവയുടെ പോഷണതലം 3. ഇനി തൃതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവർ. ഇവരുടെ പോഷണതലം 4ാമത്തെ പോഷണതലമാണ്. സോ ഒന്നാമത്തെ പോഷണതലത്തിലാണ് സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയായിരിക്കും: പ്രാഥമിക ഉപഭോക്താക്കളായ സസ്യാഹാരികളുടെ പോഷണതലം എത്രാമത്തേത്? പ്രാഥമിക എന്ന് കാണുമ്പോൾ തെറ്റരുത്, പോഷണതലം 2ാമത്തേതാണ്. പ്രാഥമിക ഉപഭോക്താക്കളായ സസ്യാഹാരികളുടെ പോഷണതലം 2ആണ്. ഒരു ഉദാഹരണം: പുൽച്ചെടിയെ ഭക്ഷിക്കുന്ന മുയലിനെ ഭക്ഷണമാക്കുന്ന പരുന്ത്. ഇവിടെ പുൽച്ചെടിയാണ് ഒന്നാം പോഷണതലത്തിൽ വരുന്നത്. പുൽച്ചെടി അതായത് സസ്യങ്ങളെയാണ് ഒന്നാം ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സസ്യമായ പുൽച്ചെടിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം പോഷണതലത്തിലാണ്. ഈ പുൽച്ചെടിയെ ഭക്ഷിക്കുന്ന മുയലിനെയാണ് ഈ കേസിൽ 2ാം പോഷണതലം അഥവാ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 2ാം പോഷണതലത്തിലാണ്. മുയലിനെ ഭക്ഷിക്കുന്ന പരുന്ത് ആദ്യത്തെ എക്സാമ്പിളിൽ 3ാം പോഷണതലമാണ് വരുന്നത്. ഇനി ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ പരുന്തിൻ്റെ പോഷണതലം എത്രാമത്തേത്? ഇത് 4ാമത്തേതാണ് വരുന്നത്. ഓക്കെ. പുൽച്ചെടിയെ ഭക്ഷിക്കുന്ന പുൽച്ചാടി. ഈ കേസിൽ പുൽച്ചാടിയാണ് 2ാം പോഷണതലത്തിൽ വരുന്നത്. അഥവാ
പ്രാഥമിക ഉപഭോക്താക്കൾ. ഓന്ത് 3-ാം പോഷണതലത്തിലും പരുന്ത് 4-ാമത്തെ പോഷണതലത്തിലുമാണ് വരുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ജലാശയങ്ങളാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ജീവി ബന്ധങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ജീവി ബന്ധങ്ങൾ അതിനെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഇരപിടുത്തം അഥവാ പ്രിഡേഷൻ, പരാഗജീവനം പാരാസൈറ്റിസം, മത്സരം കോമ്പറ്റിഷൻ, മ്യൂച്വലിസം കമൻസാലിസം. ഏതൊക്കെയാണ് ജീവി ബന്ധങ്ങൾ? ഇരപിടുത്തം, പരാഗജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം. 5-ൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഇരപിടുത്തം, പരാഗജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം. ഓരോന്നും നോക്കാം. ഇരപിടുത്തം പേര് കേൾക്കുമ്പോൾ പോലെ തന്നെ ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമാണ്. ഇരപിടിയന് ഭക്ഷണമാകുന്നതാണ് ഇരപിടുത്തം. ഒന്നിന് ഗുണകരമായിരിക്കും, മറ്റേതിന് ദോഷകരമായിരിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ പരുന്തും കോഴിക്കുഞ്ഞും. ഇവിടെ ഇര എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞും ഇരപിടിയൻ പരുന്തുമാണ്. പരുന്തിന് ഗുണകരവും കോഴിക്കുഞ്ഞിന് ദോഷകരവുമാണ്. മറ്റൊരു ഉദാഹരണം പറയുവാണെങ്കിൽ മാനും കടുവയും. മാനിന് ദോഷകരവും കടുവയ്ക്ക് ഗുണകരവുമാണ് ഇരപിടുത്തം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. ഉദാഹരണമായിരിക്കും ചോദിക്കുന്നത്. 2-ാമത്തെ ജീവിബന്ധമാണ് പരാഗജീവനം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. പരാഗം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. ഇവിടെയും ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. പരാഗം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. പരാഗം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം മാവും ഇത്തിൽക്കണ്ണിയുമാണ്. ഇത് തന്നെ ആയിരിക്കും തരുന്നതും. പരാഗജീവനത്തിന് ഉദാഹരണം മാവും ഇത്തിൽക്കണ്ണിയും. പരാഗജീവനത്തിന് ഉദാഹരണം മാവും ഇത്തിൽക്കണ്ണിയും. അടുത്തത് മത്സരം. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. അതാണ് മത്സരം. നെല്ലും കളയുമാണ് ഉദാഹരണം. നെല്ലും കളയും തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരമാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മ്യൂച്വലിസവും കമൻസാലിസവുമാണ്. മ്യൂച്വലിസം 2 ജീവികൾക്കും ഗുണകരമാണെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയത്തില്ലേ, മ്യൂച്വൽ 2 പേർക്കും ഗുണകരം. പൂവും പൂമ്പാറ്റയുമാണ് ഉദാഹരണം. പൂവും പൂമ്പാറ്റയും 2 ജീവികൾക്കും ഗുണകരമാണെങ്കിൽ മ്യൂച്വലിസം. ശ്രദ്ധിക്കുക, 2 ജീവികൾക്കും ഗുണകരമാണെങ്കിൽ മ്യൂച്വലിസം. ഉദാഹരണമാണ് പൂവും പൂമ്പാറ്റയും. അടുത്തത് കമൻസലിസമാണ്. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ആവാം ദോഷവുമാവാം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. സോ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഉദാഹരണമാണ് മാവും മരവാഴയും. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കിയത്. ജീവിബന്ധങ്ങൾ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഇരപിടുത്തം, പരാഗജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം. 5ൻ്റെയും എക്സാമ്പിൾ സഹിതം നോക്കേണ്ടതാണ്. ചോദ്യം: ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ് ആണ്. എഡ്വേർഡ് സ്വാസ്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ നോക്കിയത് ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ് ആണ്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ് ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ് ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്.
സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം? 2005 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത്. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി ആരുടേതാണ്? പ്രശസ്തമായ കൃതി സൈലന്റ് സ്പ്രിംഗ് റേച്ചൽ കർസന്റേതാണ്. റേച്ചൽ കർസൻ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിന്റ് ആണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കർസൻ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം. സോ DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അമേരിക്കൻ ഗവേഷകയായ റേച്ചൽ കർസൻ 1962 എഴുതിയ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ചോദ്യം: കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം. ആൻസർ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ മെയ് 22 മെയ് 22. ജീവികൾ അധിവസിക്കുന്ന ഭൗമഭാഗത്തിന് പറയുന്ന പേരാണ് ജൈവമണ്ഡലം അഥവാ ബയോഡൈവേഴ്സിറ്റി. ജൈവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ് ആണ്. പറഞ്ഞതാണ്. ജീവികൾ അധിവസിക്കുന്ന ഭൗമഭാഗത്തിന് പറയുന്ന പേരാണ് ജൈവമണ്ഡലം. ഭക്ഷ്യശൃംഖലയിൽ പ്രാഥമിക വിഭാഗത്തിന് പറയുന്ന പേരാണ് ഹരിതസസ്യങ്ങൾ. പ്രാഥമിക വിഭാഗത്തിന് പറയുന്നത് ഹരിതസസ്യങ്ങൾ. ആവാസ വ്യവസ്ഥ ജീവിയ അജീവിയ ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നു. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, അജീവിയ ഘടകങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഭക്ഷ്യശൃംഖലാ ജാലം ഭക്ഷ്യശൃംഖലയിലെ 1-ാം ട്രോപ്പിക് തലത്തിൽ വരുന്നതാണ് ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ 1-ാം ട്രോപ്പിക് തലമാണ് ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങളാണ് ഉൽപാദകർ. ജന്തുക്കളാണ് ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെയാണ് വിഘാടകർ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലാജാലത്തിൽ ഭക്ഷ്യശൃംഖലയിലെ 1-ാം ട്രോപ്പിക് തലത്തിൽ വരുന്നത് ഹരിതസസ്യം. ഉൽപാദകർ എന്നറിയപ്പെടുന്നു. ജന്തുക്കളെ ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നു. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളാണ് വിഘാടകർ. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഫംഗസുകളാണ്. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഫംഗസുകൾ. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. പറഞ്ഞതാണ്. ഇതിന് ഏത് തരം ജീവിബന്ധമാണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നത് ഇരപിടുത്തമാണ്. ഇരപിടുത്തം. ഉദാഹരണം പരുന്തും കോഴിക്കുഞ്ഞും. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്ന ജീവിബന്ധം ഏതാണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നത് പരാതജീവനം. ഒരു ജീവിക്ക് ഗുണം ലഭിക്കുകയും മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാതെ വരികയും ചെയ്യുന്ന 2 വ്യത്യസ്ത ജീവജാലങ്ങൾ തമ്മിലുള്ള ആവാസ വ്യവസ്ഥാ ബന്ധമാണ് കമൻസലിസം അഥവാ മലയാളത്തിൽ സഹഭോജിത. സഹഭോജിത പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. മ്യൂച്വലിസം 2 ജീവികൾക്കും ഗുണകരം. ചിത്രശലഭവും പൂച്ചെടിയും. കമൻസലിസം ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണവും ദോഷവുമില്ല. മരവാഴയും മാവും. ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷം. പരുന്തും കോഴിക്കുഞ്ഞും. പരാതജീവനം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷം. മാവും ഇത്തിൽക്കണ്ണിയും. മത്സരം തുടക്കത്തിൽ 2 പേർക്കും ദോഷകരം, പിന്നീട് ജയിക്കുന്ന ജീവിക്ക് ഗുണകരം. വിളകളം, കളകളം. ചോദ്യം: ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഇക്കോളജി. മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം ഏതാണ്? മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം
മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധമാണ് പരാദജീവനം. പരാദജീവനമാണ് മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം പരാദജീവനം. താഴെ പറയുന്നവയിൽ വംശനാശം സംഭവിച്ച ജീവിവർഗം ഏതാണ്? ഓപ്ഷൻ ബി ഡോഡോയാണ്. വംശനാശം സംഭവിച്ചത് ഡോഡോ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ലൊരു ചോദ്യമാണ്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ഓപ്ഷൻ എ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ. ആ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നിട്ടുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. സോ ടെക്സ്റ്റ് അതുപോലെ പഠിച്ചാലേ ഈ ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഇൻസൈറ്റ് കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ, ഇൻസൈറ്റ് കൺസർവേഷൻ ഉദാഹരണം കമ്മ്യൂണിറ്റി റിസർവ് ആണ്. കമ്മ്യൂണിറ്റി റിസർവ് തന്നിരിക്കുന്നതിൽ ആൻസർ കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 ഡെഫിനിഷൻസ് ആണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസിറ്റു കൺസർവേഷൻ രീതിയും ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നത് എക്സിറ്റു കൺസർവേഷൻ രീതിയും. രണ്ടും വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോണം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസൈറ്റു കൺസർവേഷൻ. ഇനി ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സൈറ്റു കൺസർവേഷൻ. ഇൻസൈറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്. ഇൻസൈറ്റു കൺസർവേഷന്റെ ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്. വന്യജീവി സങ്കേതമാണെങ്കിൽ ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷയാണ്. നാഷണൽ പാർക്ക് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. കമ്മ്യൂണിറ്റി റിസർവുകൾ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സംരക്ഷണമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ബയോസ്ഫിയർ റിസർവ് അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതാണ് ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളാണ്. ഇൻസൈറ്റു കൺസർവേഷന്റെ ഉദാഹരണങ്ങൾ നോക്കി വെക്കുക. വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്. അടുത്തത് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ ഇവ കൂടി സംരക്ഷിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ടവയാണ്. എന്താണ് ആൻസർ വരുന്നത്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ കൂടി സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകൾ. സോ ആ ഡെഫിനിഷൻ നോക്കാം. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ,
പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ ഇവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. പറഞ്ഞു കഴിഞ്ഞതാണ് ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. അടുത്ത ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. നീലഗിരി, അഗസ്ത്യമല എന്നിവ ഏത് ഇൻസൈറ്റു കൺസർവേഷന് ഉദാഹരണമാണ്? പേരിൽ തന്നെ ഉണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനസ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട ഭൂപ്രദേശമാണ് നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ബയോസ്ഫിയർ റിസർവുകൾ. അടുത്തത്, എന്താണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല തുടങ്ങിയവ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾക്ക് ഉദാഹരണമാണ്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല തുടങ്ങിയവ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കോൾ ലിനേസ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാറ്റസ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം സ്പീഷീസ്. വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യോഫിസ്റ്റുല. ജീവലോകത്തെ 5 കിങ്ഡങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് 5 കിങ്ഡം തിയറി. WH വിറ്റാക്കറിൻ്റെതാണ് 5 കിങ്ഡം തിയറി അല്ലെങ്കിൽ 5 കിങ്ഡമായി വേർതിരിച്ചത് WH വിറ്റാക്കർ. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷത്തിലും പട്ടികയാക്കപ്പെടുന്നുണ്ട്. ഇതാണ് റെഡ് ഡേറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടികയാക്കുന്നത്. റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. എക്സൈറ്റു കൺസർവേഷൻസിന് ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. അപ്പോൾ ഇൻസൈറ്റു കൺസർവേഷൻ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ് ഇൻസൈറ്റു കൺസർവേഷൻസ് ആണ്. എക്സിറ്റു കൺസർവേഷൻസ് ആണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. കേരളത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് ഒളവണ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റു കൺസർവേഷൻസ് ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് ലക്ഷ്യം.
ഈ സംഘടനയുടെ ആസ്ഥാനം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് ലക്ഷ്യം. ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിസ്ഥിതിയുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഷുവറായിട്ടും ഈ ഒരു സെഷനിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.